ഇന്നലെ ഉച്ച മുതൽ ഈ ഒരു നേരം വരെയും എനിക്ക് ഏറ്റവും കൂടുതൽ ഡൗട്ട് വന്നിട്ടുള്ളത് എല്ലാവരും വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ചോദിക്കുന്നത് റെഡ് വെൽവെറ്റിൻ്റെ ഡൗട്ടാണ് കേട്ടോ. അതിലങ്ങനെ മുഴുത്ത് നിൽക്കുന്ന സമയത്താണ് പൊട്ടിമുളച്ച പോലെ റെഡ് വെൽവെറ്റിന് ഒരു ഓർഡർ വന്നത്. അപ്പോൾ ഓർഡർ വന്നതാണെങ്കിലോ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരു സ്ക്വയർ കേക്ക് മതി എന്നും പറഞ്ഞു. അപ്പോൾ 7 ഇഞ്ചിൻ്റെ ടിന്നാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. റെഡ് വെൽവെറ്റൊക്കെ ആവുന്ന സമയത്ത് കുറച്ച് ഹൈറ്റിലിരിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. കസ്റ്റമർ പ്രത്യേകിച്ചൊന്നും പറയാത്തതുകൊണ്ട് പിന്നെ നമ്മളെ ഇഷ്ടത്തിന് ഹൈറ്റ് കൂട്ടി അങ്ങ് ചെയ്ത്. അല്ലെങ്കിൽ 8 ഇഞ്ച് എടുത്താലും മതി കേട്ടോ. ഇനി നമ്മളിതാ ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പുള്ള പാലെടുത്തിട്ട് 4 ടേബിൾ സ്പൂൺ കണക്കാക്കിയിട്ട് ഒരു വലിയ പാത്രത്തിൽ ഒഴിച്ചു വെക്കുകയാണ്. അങ്ങനെ ആവുന്ന സമയത്ത് ആ തണുപ്പ് നമ്മൾ ഈ പാൽ ഒഴിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിക്കോളും. നമുക്ക് കേക്കിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ വേണം. അപ്പോൾ ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം അപ്ലോഡ് ചെയ്തിട്ടുള്ള റെസിപ്പീൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അത് നമ്മൾ വേറൊരു മെത്തേഡിൽ ബട്ടർ മിൽക്ക് ചേർക്കുന്ന മെത്തേഡ് ഉണ്ടല്ലോ, അതിലാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ബേക്കിംഗ് പൗഡർ മാത്രമാണ് മൈദയിലോട്ട് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തു, 1 ടീസ്പൂൺ ലൈറ്റ് കൊക്കോ പൗഡർ ചേർത്തു. ലൈറ്റ് കൊക്കോ പൗഡർ തന്നെ ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ, അതിൻ്റെ അളവും കൂടി പോകണ്ട, അപ്പോൾ കളറ് മാറിപ്പോവും. ഇനി നമ്മളതൊന്ന് അരിച്ച് മാറ്റി വെക്കുകയാണ്. ബേക്കിംഗ് സോഡ നമ്മൾ ഇതിൽ ചേർക്കുന്നില്ല, പകരം ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടിയും വരുമ്പം ഫൈനലി ഒരു ബട്ടർ മിൽക്ക് ചേർത്ത എഫക്റ്റ് വരും. ഇനി 4 കോഴിമുട്ടയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അത് അപ്പടെ തന്നെ എഗ് വൈറ്റും യോക്കും ഒന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഇനി ഇതാ 1 ടീസ്പൂൺ വെനില എസൻസും കൂടെ ചേർത്തിട്ട് മുട്ട ബീറ്റ് ചെയ്യാണ്. ശരിക്കും പറഞ്ഞാലേ എൻ്റെ അടുത്ത് അബദ്ധം പറ്റി. ഞാൻ സത്യമായിട്ട് പറഞ്ഞാൽ ഒരു 1.5 വർഷമായിട്ട് ഇതുപോലെ കോഴിമുട്ട ഒന്നിച്ച് പൊട്ടിച്ചൊഴിച്ചിട്ടുള്ള റെസിപ്പി ചെയ്യാറില്ല കേട്ടോ. ഇതിപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ ചോദിച്ചപ്പോൾ ആ റെസിപ്പി ഒന്ന് ഓർത്തെടുത്ത് ചെയ്യാണ്. കറക്റ്റ് എനിക്ക് ഓർമ്മ പോലും ഇല്ല ഈ റെസിപ്പി. അപ്പോൾ ഇത് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കാനുള്ള പരിപാടിയാണ്. എഗ് വൈറ്റ് നേരത്തെ സ്റ്റിഫാക്കാറുണ്ടല്ലോ നമ്മൾ, അതുപോലെ. അപ്പോഴാണ് ഓർത്തത് ഈശ്വര പഞ്ചസാര. അങ്ങനെ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നുണ്ട്. കുറേശ്ശെയായിട്ടാണ് ചേർക്കുന്നത്. ഈ ഒരു ഇത് ബീറ്റ് ചെയ്ത് ഓഫ് വൈറ്റ് കളറാവും കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് റൂം ടെമ്പറേച്ചറിലേക്ക് എത്തിയ പാല് 4 ടേബിൾ സ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി വളരെ കുറച്ച് ഓയിലേ നമ്മൾ എല്ലാ കേക്കിലും യൂസ് ചെയ്യാറുള്ളൂ. അതുപോലെ 2 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാനിവിടെ ചേർത്തിരിക്കുന്നത്. ഇനി പൊടി ചേർക്കുന്നതിന് തൊട്ട് മുന്നേ ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യണം. 200 ഡിഗ്രി സെൽഷ്യസിൽ നമ്മൾ ഈ ഒരു പരിപാടിയൊക്കെ എപ്പോഴാണോ തരുന്നത് അതുവരെ. ഇനി ഓവൻ ഇല്ലാതെ സ്റ്റൗ ടോപ്പ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം തന്നെ ചെമ്പെല്ലാം അടുപ്പത്ത് കയറ്റി ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യുക കേട്ടോ. ഇനി ഇതാ നമ്മൾ മിക്സിങ്ങൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഇല്ലാത്ത രീതിക്കൊക്കെയാണ്, അതെങ്ങനെയാണോ മിക്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആയിപ്പോവാ, ശീലിച്ചു പോയില്ലേ. ഇനി നമ്മൾ മാജിക് കളേഴ്സിൻ്റെ റെഡ് കളറാണ്, ജെൽ കളറാണ് കേട്ടോ. അത് 4 ഡ്രോപ്പ് ഉറ്റിച്ച് നോക്കി, പോരാന്ന് തോന്നി, വീണ്ടും 4 ഡ്രോപ്പ് ഉറ്റിച്ച് നോക്കി. അത് മിക്സായി കളർ സെറ്റായപ്പോൾ ബാക്കിയുള്ള പൊടിയും കൂടെ ചേർത്തിട്ടൊന്ന് മിക്സ് ആക്കിട്ടോ. ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോഴാണോ നമ്മൾ ഓവനിലേക്ക് വെക്കാൻ പോകുന്നത്, അല്ലെ ആ അടുപ്പത്ത് വെക്കാൻ പോകുന്നത്, അതിന് തൊട്ട് മുമ്പേ മാത്രമാണ് ഇപ്പോൾ കാണിക്കുന്ന പരിപാടി ചെയ്യാൻ പാടുള്ളൂ. 1/2 ടീസ്പൂൺ വിനാഗിരി, അത് നമ്മൾ നേരത്തെ പാലെടുത്ത സ്പൂണില്ലേ, ടേബിൾ സ്പൂണിലേക്കാണ് ഇട്ട് കൊടുത്തത്. എന്നിട്ടൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ഇടുമ്പം അതൊന്നാകെ നൊര പോലെ പതഞ്ഞ് പൊന്തി വരുമ്പോൾ ആ പതയോട് കൂടിയിട്ട്, പത തീർന്നു പോകുന്നതിൻ്റെ മുന്നേ, അല്ല പത എന്തായി പോകുന്ന ഇല്ലാണ്ടായി പോകുന്നതിന് മുന്നേ തന്നെ കേക്കിലോട്ട് കൊണ്ടുപോയി ആഡ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് മിക്സ് ചെയ്യുക കേട്ടോ. എന്നുവെച്ചാൽ ഓവർ മിക്സ് ഒന്നും ചെയ്യണ്ട, പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക, ഒഴിക്കുക. കേക്ക് പലരും പറയും ചേച്ചി ചെയ്ത പോലെ തന്നെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അങ്ങനെയായി ഇങ്ങനെയായി. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി ഇല്ലേ ബാറ്ററിൻ്റെ, ഇതുപോലെ കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി നമ്മളത് ആ എടുത്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 10 പ്രാവശ്യം ഞാനൊന്ന് ടാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് തവണ ടാപ്പ് ചെയ്തിട്ടില്ല, ഇതൊരു വാട്ടറി ആയിട്ടുള്ളൊരു ഇതല്ലേ. ഇതെൻ്റെ കള്ളപ്പണിയാണ് കേട്ടോ. ബട്ടർ പേപ്പർ പലരും ചോദിച്ചിട്ടുണ്ട്, കേക്കിന് മേലേക്ക് വീണ് പോകുമ്പോൾ എന്താ ചെയ്യാം. ഇതുപോലെ ബാക്കി വരുന്ന ബാറ്ററിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ, ഇതൊക്കെ തൊട്ടിട്ട് ഒട്ടിച്ച് വെക്കും. അത് പേപ്പറിലാക്കിയിട്ട് ടിന്നിൻ്റെ മുകളിലേക്ക് വെക്കുമ്പോൾ സെറ്റായിക്കോളൂ കേട്ടോ. അങ്ങനെയാണ് ചെയ്യാം. ഇനി 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റാണ് സെറ്റ് ചെയ്ത് കൊടുത്തത്. ഓരോ ഓവനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ, ഉടനെ തന്നെ വരും.
ഇതിപ്പോൾ 35 മിനിറ്റ് ആയപ്പോൾ കേക്ക് സെറ്റായി. അതിൻ്റെ മുകളിൽ കണ്ടോ, ആ മേലത്തെ 2 കോയിലിൻ്റെ ഭാഗത്ത് ഒരു ഇരുട് പിടിച്ച കളറായി. കാരണം ഇത് ഹൈറ്റ് കുറഞ്ഞ കുഞ്ഞ് ഓവനാണ് കേട്ടോ, ഒരു 22 ലിറ്ററിൻ്റെ കുഞ്ഞനാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ മേൽഭാഗം തട്ടിപ്പോയത്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നല്ല കേക്കാട്ടോ. ഇനി നമ്മൾ വിപ്പിംഗ് ക്രീമിൻ്റെ ഇതിലേക്ക് വന്നു. വിപ്പിംഗ് ക്രീം എങ്ങനെ ബീറ്റ് ചെയ്യണം, ബീറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ഉരുകി പോവരുത്, എത്ര നേരം മെൽറ്റ് ആവാതെ യൂസ് ചെയ്യാം, അങ്ങനെയുള്ള സകല കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. ലിങ്ക് താഴെ കൊടുക്കാം. ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ഉണ്ടല്ലോ, ബീറ്റ് ചെയ്ത ക്രീം വെക്കുമ്പോൾ ഇതുപോലെ അടച്ചിട്ട് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ എയർ ബബിൾസും കയറും, ടെക്സ്ചർ ഒരുമാതിരി റഫ് ആയതുപോലെ ഇരിക്കും. അതവിടെ ഇരിക്കട്ടെ, ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് വെച്ചത്. ഇനി നമ്മൾ ക്രീം ചീസ് ഫ്രോസ്റ്റിംഗ് ആണല്ലോ റെഡ് വെൽവെറ്റിൻ്റെ മെയിൻ ആൾ. അപ്പോൾ ഇതാ മിൽക്കി മിസ്റ്റിൻ്റെ ക്രീം ചീസാണ് കിട്ടിയത്. അത് സാൾട്ടഡ് ആയാലും അൺസാൾട്ടഡ് ആയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അതിലൊരു വെള്ളം പോലെ കാണുന്നുണ്ടെങ്കിൽ ആ വെള്ളം നമ്മൾ ഒഴിവാക്കണേ. 100 ഗ്രാമാണ് 1 kgക്ക് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 200 ഗ്രാമിൻ്റെ പാക്കറ്റ് ആയതുകൊണ്ട് തന്നെ പകുതി ക്രീം എടുത്തിട്ട്, ക്രീം ചീസ് എടുത്തിട്ട് നമ്മളൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിച്ച പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. ശരിക്കും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയൊക്കെ പൊടിച്ച് ചേർക്കാം. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് വാനില എസൻസ് ഒരു 1/8 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു 4 തുള്ളി ഒറ്റിച്ചോ. എന്നിട്ട് എനിക്കിവിടെ പഞ്ചസാര പൊടിച്ചതൊന്നുമില്ല, അപ്പം ഞാൻ പിന്നെ മടി കാരണം മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. എപ്പോഴും മിൽക്ക് മെയ്ഡ് അങ്ങനത്തെ എളുപ്പപ്പണിയൊക്കെ ഞാൻ കുറേ ചെയ്യാറുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ കേക്ക് ഉണ്ട്, എന്നിട്ടെ ചാമാം അതെയോ. അതിനിടയ്ക്ക് മോള് കേക്ക് ഉണ്ടാക്കി അമ്മയ്ക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് തുണിയിട്ട് മൂടിയെല്ലാം കൊണ്ടു തന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ കണ്ടത്. ഇനി നമ്മൾ മിൽക്ക് മെയ്ഡും ക്രീം ചീസും വെനില എസൻസും കൂടെ ബീറ്റ് ചെയ്ത് മിക്സ് ആയതിന് ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. ബീറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുണ്ടല്ലോ, ഞാൻ ഫുൾ സ്പീഡിലിട്ടിട്ടാട്ടോ ബീറ്റ് ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ബീറ്റ് ചെയ്ത് കഴിഞ്ഞ ക്രീമിനെ പിന്നെ കൊണ്ടുപോയിട്ട് ഒന്നേന്ന് തുടങ്ങിയിട്ട് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്താൽ ലൂസായി പോകും. എവിടെയാണോ നമ്മൾ നിർത്തിയത് അതേ സ്പീഡിൽ വേണം വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ ബാക്കിയുള്ള ക്രീമും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സാക്കി മൊത്തത്തിൽ വിപ്പിംഗ് ക്രീം ചീസുമായിട്ട് ബ്ലെൻഡ് ആക്കുകയാണ്. ഫുൾ സ്പീഡിലിട്ടിട്ട് ടൈറ്റായി വരും കേട്ടോ. ബീറ്ററിനെ അനക്കാൻ പറ്റാണ്ട് ഓഫായി പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ അടച്ച് ഫ്രിഡ്ജിലാണ് വെച്ചത്, ഫ്രീസറിലല്ല. ഇനി ഇതാ വൈറ്റ് ചോക്ലേറ്റ് ആണ് റെഡ് വെൽവെറ്റിൻ്റെ മെയിൻ കോമ്പിനേഷൻ. ക്രീം ചീസ്, മറ്റേ വൈറ്റ് ചോക്ലേറ്റ്, ഇതൊക്കെ. അപ്പോൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാൻ അതിലിട്ടുണ്ട്. എന്നിട്ട് എടുത്തിരിക്കുന്നതിൻ്റെ പകുതിയിലും കുറച്ച് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ തിളച്ച വെള്ളത്തിന് മുകളിൽ കുറച്ച് നേരം ഇങ്ങനെ വെക്കും, ഒന്ന് ഇളക്കി കൊടുക്കും, കുറച്ച് നേരം വെക്കും, വീണ്ടും ഇളക്കി കൊടുക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് അത് മെൽറ്റായി സെറ്റായി വരും കേട്ടോ. പിന്നെ അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇതിപ്പോൾ ഞാൻ അത്യാവശ്യം കട്ടിയിലാണ് ചെയ്തിരിക്കുന്നത്. കേക്ക് കണ്ടോ, മേൽഭാഗം അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പ്രശ്നമൊന്നുമില്ല, കുറച്ച് കരിഞ്ഞു പോയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെന്താ കാരണം ഞാൻ പറഞ്ഞല്ലോ, ആ ഭാഗം നമുക്ക് വേണ്ട, അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചു കേട്ടോ. ഇനി സ്ക്വയർ കേക്ക് ലെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു പരിപാടി, ഇങ്ങനെ 4 കോൺ ഉണ്ടാവുമല്ലോ, അത് കുറച്ചൊന്നുള്ളിലേക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കും. എന്നതിന് ശേഷമാണ് ഇങ്ങനെ വിലങ്ങനെ വെച്ചിട്ട് മൊത്തത്തിൽ കട്ട് ചെയ്യുള്ളൂ. അതായത് 4 കോണും സെൻറ്റർ കണക്കാക്കിയിട്ട് കുറച്ച് ഭാഗം മാത്രം കേട്ടോ, സെൻറ്റർ എത്തൂല. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ എനിക്ക് കുഴപ്പമില്ലാണ്ട് കട്ട് ചെയ്ത് കിട്ടലുണ്ട്. വീണ് പോവില്ല, പൊടിഞ്ഞു പോവില്ല. അങ്ങനെ നമ്മളിതാ 3 ലെയറാക്കി നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല തിക്നെസ് ഉള്ള ലെയർ തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യമായിട്ടായിരിക്കും, സാധാരണ നമ്മൾ സ്ക്വയർ ബോർഡിൽ റൗണ്ട് കേക്ക് ചെയ്യാറുണ്ട്. ഇത് ഞാൻ നോക്കുന്ന സമയത്ത് എൻ്റെ സ്ക്വയർ ബോർഡ് മുഴുവൻ തീർന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുഴപ്പമില്ല, വെറൈറ്റി പിടിക്കാം. റൗണ്ട് ബോർഡിൽ, അതായത് റൗണ്ട് ബേസിലാണ് ഈ ഒരു സ്ക്വയർ കേക്ക് വെച്ചിട്ട് ചെയ്യുന്നത്. കുഴപ്പമില്ല, ലാസ്റ്റ് ഫൈനലൊക്കെ അടിപൊളിയാട്ടോ, അവർക്ക് നല്ലോണം ഇഷ്ടമായിട്ട്. ഇനി നമ്മൾ സ്ക്വയർ കേക്ക് ഐസിങ് ചെയ്യുന്നതിനെ പറ്റി ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി ചെയ്തതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. എന്നാലും കുറച്ചൊക്കെ പറഞ്ഞുതരാം. ഇങ്ങനെ എന്താ പറയുക, നമ്മൾ റൗണ്ട് കേക്കിൻ്റെ സെൻറ്ററിലാണ് ക്രീം ഇടുക അല്ലേ, എന്നിട്ട് ഒന്നിച്ചങ്ങ് പരത്തി കൊടുക്കും. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ ഒരു ചതുരത്തിൽ തന്നെ ക്രീം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം 4 കോണിലും അപ്പോൾ ഓരോ ലെയറിലും 4 കോണ് ഫിനിഷ് ചെയ്തെടുത്തുകൊണ്ടിരിക്കുക. അവസാനം കൊണ്ടുപോയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് കോണ് സെറ്റാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ആ കോണ് ശരിയാവില്ല കേട്ടോ. ഇനി അടുത്ത ലെയർ വെച്ച സമയത്ത് ക്രം കോട്ടിംഗ് ഒക്കെ അപ്പം തന്നെ ചെയ്യുന്നുണ്ട്. നമ്മൾ ക്രം കോട്ട് ചെയ്ത് പിന്നെ ഫൈനൽ കോട്ട് ചെയ്ത് അങ്ങനെയൊന്നും ചെയ്യുന്നില്ല.
ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ സൈഡ് ഇങ്ങനെ ഫിനിഷ് ചെയ്തെടുക്കുന്ന സമയത്ത് ക്രംസിൻ്റെ പ്രശ്നമൊന്നും വരില്ല. അത് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമായിരിക്കും. ചെയ്ത് അതങ്ങ് ശീലമാവും. അങ്ങനെയുള്ളവരെന്ത് ചെയ്യുക, ജസ്റ്റ് ക്രം കോട്ട് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചോ. ഫ്രിഡ്ജിലാക്കണ്ട, ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഫൈനൽ കോട്ട് ചെയ്തോ. ഇനി ഇതാ കേക്ക് നമ്മൾ വൃത്തിക്കൊന്നും ഐസിങ് ചെയ്യുന്നില്ല. കാരണം എൻ്റെ മനസ്സിലുള്ളത് ഒരു റഫ് ഡിസൈനാണ്. ഇപ്പം എനിക്ക് ഭയങ്കര ഫിനിഷിങ് ഉള്ളതിനേക്കാളും ഭയങ്കര ഭംഗി തോന്നുക റഫായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതാ 4 സൈഡും ഒന്ന് സ്ക്രാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ക്രീം പോയ സ്ഥലത്തൊക്കെ ഒന്ന് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് റെഡ് വെൽവെറ്റിൻ്റെ ഹാഫ് നേക്കഡ് ഐസിങ് എന്ന് പറയൂലേ, കുറച്ച് പകുതി മാത്രം ക്രീം ഇട്ടിട്ട് കേക്കിനെ കാണാൻ പാകത്തിന്, അതാണ് എനിക്കിഷ്ടം. പക്ഷേ ഇത് ഫസ്റ്റ് ഡെലിവറിയാണ്, ആദ്യത്തെ ഓർഡറാണ്, പുതിയ കസ്റ്റമറാണ്. അപ്പോൾ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ തന്നില്ല. ഈ സ്പാച്ചുല വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ തൊട്ട് കൊടുക്കുന്നുണ്ട്. അത് ഫ്രീസറിലാണ് കേട്ടോ ഇപ്പം ഞാൻ കൊണ്ടുവച്ചത്. കാരണം എനിക്ക് പെട്ടെന്ന് കുറച്ച് പണി തീർക്കാനുണ്ട്, അതുകൊണ്ടാണ്. നേരത്തെ നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു ക്രീം കുറച്ചൊന്ന് കട്ടിയായിപ്പോയി. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിനകത്തേക്ക് കുറച്ചും കൂടെ വിപ്പിംഗ് ക്രീം ഒഴിച്ചു. ഇത്ര കണക്കുന്നൊന്നുമില്ല, ഈ ഒരു കൺസിസ്റ്റൻസി ആയപ്പോൾ അതുവരെ ഞാനത് ഒഴിച്ചു കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ലെയറിലിടുന്ന സമയത്ത് ഇത്രയും ലൂസാണെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയുക സൈഡിലൂടെ ഒക്കെ ഒലിക്കും. അതിന് പകരം ആ സമയത്ത് കട്ടിയിലിട്ടതിന് ശേഷം നമുക്ക് ഗനാഷ് മേലെ ഒഴിക്കുമ്പം ഇത്ര ലൂസ് വേണം. അതുകൊണ്ടാണ് കേട്ടോ പിന്നെയും ആ ഒരു ഇത് നോക്കി ഞാൻ ക്രീം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടിപൊളി. ഇത് കണ്ടോ, ഇത് ഞാൻ 2 ദിവസം മുന്നേ ഏതോ ഒരു ഇതിൽ കണ്ടതാണ് കേട്ടോ. പിന്നെ മറന്നുപോയി, ഏതോ ഒരു ചാനലിൽ കണ്ട. പക്ഷെ അത് അവർ റൗണ്ട് കേക്കിൻ്റെ മുകളിലാണ് ചെയ്തത്. അപ്പം നല്ല രസമുണ്ടായിരുന്നു. റൗണ്ട് കേക്കിൽ ആ എഡ്ജ് എത്തിയപ്പോഴത്തേക്കും ഈ കളർ ഇങ്ങനെ വീഴുന്നത്. ഇത് സ്ക്വയർ ആയതുകൊണ്ട് 4 മൂല നമുക്ക് പിന്നെയും കാത്തു നിൽക്കുന്നുണ്ട്. അവിടത്തേക്ക് വീണ്ടും നമ്മൾ ഗനാഷ് ഒഴിച്ച് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. എന്തായാലും ബാക്കി വരുന്ന ഗനാഷ് ഞാനിതാ ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുക ഒരു 5 ദിവസത്തോളം. എന്നിട്ടും യൂസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെടുത്ത് ഫ്രീസറിൽ അങ്ങോട്ട് വെക്കും കേട്ടോ. പേര് നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ മുകളിലാണ് കേട്ടോ എഴുതി കൊടുത്തത്. ഫോണ്ടൻറ്റിൽ എങ്ങനെയാണ് പേരെഴുതുന്നതെന്നൊക്കെ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയും. കുറച്ച് ഷുഗർ ബോൾസൊക്കെ ഇട്ടെടുത്ത് എന്താണെങ്കിലും ഇത് കസ്റ്റമർക്ക് കൊടുത്ത സമയത്ത് അവരെ ഫീഡ്ബാക്ക് എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവർ പറഞ്ഞു ഇതുവരെ ഇതുപോലത്തെ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല, സൂപ്പറായിരുന്നു, ഔട്ട്ലുക്ക് മൊത്തത്തിൽ ഭയങ്കര ഇഷ്ടമായി, അവർ ഭയങ്കര ഹാപ്പിയായി. ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ അഭിപ്രായം പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനത്തെ കസ്റ്റമറെ കിട്ടുന്നത് ഒരു ഭാഗ്യം തന്നെയല്ലേ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സാധാരണ കേക്കിൻ്റെ സെൻറ്ററിലാണ് എപ്പോഴും പേര് കാണുക, ഇതിങ്ങനെ സൈഡിലേക്കൊക്കെ വെച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം. വെയിറ്റ് നോക്കുന്ന സമയത്ത് 1400 അടുത്തുണ്ട് കേട്ടോ, 1393. ഹോം ബേക്കർ അങ്ങനെയാണല്ലോ. ഈ ഒരു കേക്കിന് ശരിക്കും ഞാൻ വാങ്ങിക്കാറ് 1200 പക്ഷേ ഇവരുടെ അടുത്ത് നമ്മൾ 1100 വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.